നമസ്കാരം. വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ടുണ്ടായത്. അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭക്ഷണമായാലും ക്ലാസ് ഇവിടുത്തെ ഈ ഗോശാല കാണാൻ സാധിച്ചത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ടൊരു ചേഞ്ച് അത് ആശ്രമത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്നതിലുപരി ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണത്. അത് ഓരോ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ്. അത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ ക്ലാസ്സും പോകുന്നതും ഇവിടുത്തെ ഒരു വിസിറ്റും കാര്യങ്ങളും എല്ലാം. വീണ്ടും വരാൻ തോന്നി എന്നുള്ളതാണ് സത്യം. ഭയങ്കര സന്തോഷം, മനസ്സ് നിറഞ്ഞു. ആനന്ദാശ്രമത്തിൽ ഇന്ന് ഞങ്ങൾക്ക് നൽകിയൊരു ദിവസം വളരെ നല്ലൊരു ദിവസം തന്നെയാണ്. പേര് പോലെ തന്നെ മനസ്സിനൊരു ആനന്ദം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഏകദിന ക്യാമ്പ് എന്ന് തന്നെ പറയാം. ആ ക്യാമ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുപരി ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനുള്ളൊരു വ്യായാമം പോലെയാണ് ആ ക്ലാസ്സുകൾ ഓരോന്നും ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. നമ്മൾ ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആ ഒരു തിരക്കിൽ നിന്ന് വളരെ ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഭക്ഷണമാണെങ്കിലും ഇവിടുത്തെ ആളുകളാണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയതും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും. അപ്പം ഇവിടുത്തെ ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളിനും ഞങ്ങളുടെ കുട്ടികൾക്കും നൽകിയതിന് ഇവരോട് മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആനന്ദാശ്രമത്തിൽ സന്ദർശനത്തിനെത്തുന്നത്. ഇവിടുത്തെ അന്തരീക്ഷവും വനങ്ങൾക്കിടയിലുള്ള യാത്രയെല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു ശാന്തതയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നല്ല കളികളിലൂടെയും നല്ല നല്ല ക്ലാസ്സുകളിൽ ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദിന ക്യാമ്പ് പോലെയായിരുന്നു ഇന്നത്തെ ക്ലാസ്. നല്ല കളികളിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് നല്ല നല്ല സത്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായി. കൂടാതെ ഇന്ന് കാർഗിൽ ദിവസത്തോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത നല്ലൊരു പാട്ട് പ്ലേ ചെയ്യണ്ടേ. അതും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ GFHS ബാക്കിൽ നിന്നാണ് വന്നത്. ഞാൻ വരുമ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥയെല്ലാം വളരെ മനോഹരമായിരുന്നു. നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാലാവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പാടന്നെ ഗോശാലയിലും കണ്ടു. പിന്നെ ഇവിടെ പ്രധാനമായി പറഞ്ഞു തന്നത് സമാധാനവും ശാന്തിയും എപ്പോഴും ജീവിതത്തിൽ നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പറഞ്ഞു തരുന്നതിൽ അവർ കളികളിലൂടെയാണ് നമുക്ക് അതെല്ലാം പറഞ്ഞു തന്നത്. കുറച്ച് വീഡിയോ എല്ലാം കാണിച്ചിരുന്നു. ഈ ശാന്തി സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കണമെന്നാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ആശയം. എനിക്ക് ഇവിടെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ആനന്ദാശ്രമത്തിൽ വരുന്നത് കേട്ടിട്ടല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ എനിക്കൊരു പുതിയൊരു അനുഭവമാണ് ഉണ്ടായത്. ഇനിയും വരണമെന്ന് തോന്നി. പിന്നെ ഇവിടെ ഒരു ഗോശാലയുണ്ട്. നമ്മളെ മൃഗങ്ങളെയും ഒരു മനുഷ്യരെ പോലെ തന്നെ ഒരു ഇണക്കി വളർത്തുന്ന ഒരു രീതിയാണ് ഇവിടെ ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സാറുമാർ ക്ലാസ് എടുത്തു തന്നു. നല്ല ക്ലാസ് ആയിരുന്നു. അവരുടെ ശ്രദ്ധയെ കുറിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ഒത്തൊരുമ, അച്ചടക്കം അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ വിശദീകരിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ രസകരമാക്കാൻ വേണ്ടിയിട്ട് കുറേ കളികളും ഉണ്ടായിരുന്നു. അപ്പോൾ കളികളിലൂടെ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കായിരുന്നു. ശരിക്കും അതൊരു കളിയായിരുന്നില്ല, പക്ഷെ നമ്മൾ രസകരമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും എനിക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട്.